കേരളത്തിന്റെ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി രമേശ് ചെന്നിത്തല നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നേരത്തെയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുള്ള പരിചയമുണ്ട്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മന്ത്രിയായിരിക്കും രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ തർക്കമില്ല. 2011-2016 കാലത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൽ ആദ്യഘട്ടത്തിൽ തിരുവഞ്ചൂരും പിന്നീട് രമേശ് ചെന്നിത്തലയുമായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കേരളത്തിലെ പോലീസ് സംവിധാനം അടിമുടി ഉടച്ചു വാർക്കാനുള്ള കഴിവും പ്രാപ്തിയും പക്വതയും എല്ലാം ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കുത്തഴിഞ്ഞ പോലീസ് സംവിധാനമാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. 10 വർഷമായി കേരളത്തിലെ പോലീസ് സംവിധാനം രാഷ്ട്രീയ അടിമകളെ പോലെ രാഷ്ട്രീയ നേതാക്കന്മാരോട്, പ്രത്യേകിച്ച് CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയുടെ മുന്നിലടക്കം പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത് കേരളം കണ്ടതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പോലീസ് സേനയ്ക്കകത്ത് ഒരു അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, പോലീസ് അസോസിയേഷൻ. ഈ പോലീസ് അസോസിയേഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ അതിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളാവുക പഴയകാല SFIയുടെ ക്രിമിനലുകൾ, DYFIയുടെ ക്രിമിനലുകൾ ഒക്കെയാണ് അതിന്റെ ഭാരവാഹികളാവുക. അസോസിയേഷന്റെ സംസ്ഥാന നേതൃതലത്തിലുള്ള പണ്ട് കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിട്ടുള്ള എതിർ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ആക്രമിക്കുന്ന, അവരുടെ തലക്കടിക്കുന്ന ചില ക്രിമിനലുകൾ ഇന്നും അതിന്റെ തലപ്പത്തുണ്ട്. രമേശ് ചെന്നിത്തല ആദ്യം ചെയ്യേണ്ടത് ഇത്തരം ക്രിമിനലുകളെ, ഇവർ ജോലി ചെയ്യില്ല, ഇവർ വെള്ള ഷർട്ടും വെള്ള മുണ്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റേഷനുകളിലേക്ക് പൂമ്പാറ്റയെ പോലെ പറന്നു നടക്കുന്ന ആളുകളാണ്. ഇത്തരക്കാരെ ആദ്യം ജോലി ചെയ്യാൻ കോഴിക്കോട് ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന അവനൊക്കെ കോഴിക്കോട് തൊട്ടിൽപ്പാലത്തേക്കോ അല്ലെങ്കിൽ ഫറൂഖ് സ്റ്റേഷനിലേക്കോ ഒക്കെ സ്ഥലം മാറ്റും. രമേശ് ചെന്നിത്തല ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. അതോടൊപ്പം തന്നെ പോലീസ് സേനയിൽ പരാതി പറയാനെത്തുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവർ, പരാതി പറയാനെത്തിയ ഗർഭിണിയുടെ മുഖത്തടിക്കുന്ന പോലീസുകാരൻ, പരാതി പറയാനെത്തിയ പൊതുപ്രവർത്തകരുടെ മുഖത്തടിക്കുന്ന പോലീസുകാരൻ, മാങ്ങ മോഷ്ടിക്കുന്ന പോലീസുകാരൻ, MDMA വിൽക്കുന്ന പോലീസുകാരൻ, സ്ത്രീകൾക്ക് അശ്ലീല സന്ദേശം അയക്കുന്ന പോലീസുകാരൻ, സ്ത്രീകളെ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുന്ന പോലീസുകാരൻ, ഇങ്ങനെ കാക്കിയിട്ട കുറെ ക്രിമിനലുകളുണ്ട്. ഇത്തരം ക്രിമിനലുകളെ നിലക്ക് നിർത്താൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തയ്യാറാവുകയാണെങ്കിൽ ആദ്യ 1 മാസത്തിനകം തന്നെ അദ്ദേഹം കയ്യടി നേടുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട വ്യക്തിത്വമായിരിക്കും രമേശ് ചെന്നിത്തല. ആദ്യം നിയന്ത്രിക്കേണ്ടത് ഈ പോലീസ് അസോസിയേഷനിലെ ക്രിമിനലുകളെയാണ്. ഈ ക്രിമിനലുകൾ കേരളത്തിന്റെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയാണ്. ഇത്തരം ഗുണ്ടകൾ, അതായത് മുൻകാല SFIക്ക് വേണ്ടി അക്രമം നടത്തുന്ന ഗുണ്ടകളെയാണ് തെരഞ്ഞുപിടിച്ച് അസോസിയേഷന്റെ ഭാരവാഹികളാക്കിയത്. ഇവരെ നിലക്ക് നിർത്തണം. അതോടൊപ്പം തന്നെ കസ്റ്റഡി മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകിയ, പോലീസ് സ്റ്റേഷനിൽ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചവന്, പോലീസ് ജോലി ചെയ്യെ സ്ത്രീകൾക്ക് അശ്ലീല സന്ദേശം അയക്കാൻ ശ്രമിച്ചവരെ, ഇവരെയൊന്നും പോലീസ് സേനയിൽ വെച്ചു പൊറപ്പിക്കരുത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ചുമതലയേറ്റ ആദ്യം ഒപ്പിടേണ്ട ഫയല് ഇവരെ സേനയിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് മാറ്റേണ്ട ഫയലുകളായിരിക്കണം. അതോടൊപ്പം രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രക്കിടെ രാഷ്ട്രീയ എതിരാളികളെ തലക്കടിച്ച് ക്രൂരമായി വേട്ടയാടിയ ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്തണം. എന്തായാലും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ മുന്നിലുള്ളത് വലിയ ഉത്തരവാദിത്വം ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഒരു തർക്കവുമില്ല, വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ. 10 വർഷം ആഭ്യന്തര വകുപ്പ് ഇത്രയും തകർന്ന ഒരു 10 വർഷം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ചേട്ടൻ പറഞ്ഞതുപോലെ നവകേരള സദസ്സിന് രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി തന്നെ, എതിർ പാർട്ടിക്കാരെ ഉപദ്രവിക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത് അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന്. പരാതിയുമായി ജനമൈത്രി പോലീസ് ആണ് എന്ന് പറയുമ്പോഴും പോലീസിനെ ഭയക്കുന്ന ജനങ്ങളായിരുന്നു ഉള്ളത്. ആർക്കും ധൈര്യപൂർവ്വം അല്ലെങ്കിൽ ആർക്കും പോലീസ് സ്റ്റേഷനിലേക്ക് ധൈര്യമായി ഒരു പരാതിയുമായി ചെന്ന് കയറാൻ കഴിയാത്ത ഒരു സാഹചര്യം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു സുരക്ഷയും നൽകാത്ത പോലീസിന് ആദ്യം അഴിച്ചു പണി നടത്തേണ്ടത് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല വരുമ്പോൾ ആദ്യം വലിയ മാറ്റം കൊണ്ടുവരേണ്ടത് ഈ സേനയിൽ തന്നെയാണ്. പോലീസുകാരെ തന്നെയാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത്. ഗുണ്ടകളെയൊക്കെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ, ഗുണ്ടാരാജ്യം, തെരുവിൽ ഗുണ്ടകൾ അക്രമം അഴിച്ചുവിടുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി അതിനെയാണ് പോലീസിനെ ഉപയോഗിച്ച് നിയന്ത്രിക്കേണ്ടത്. പക്ഷേ നിലവിലെ സാഹചര്യം അതല്ല. പോലീസുകാരെ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് എന്ന അവസ്ഥയിലേക്ക് കഴിഞ്ഞ 10 വർഷമായി ഈ സർക്കാർ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാർ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് മറ്റൊരു അഭിപ്രായം ഉള്ളതെന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് ധൈര്യമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ കഴിയണം. ഒരു പരാതി നൽകിയാൽ ഒരിക്കലും ആ സ്ത്രീക്ക് മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. അത്തരം രീതിയിലേക്ക് പോലീസ് സ്റ്റേഷനുകൾ മാറണം. ജനമൈത്രി എന്ന വാക്കുകളിലൂടെ പറഞ്ഞാൽ പോലെ ജനമൈത്രി എന്ന് പറയുകയും കൊലമൈത്രി പോലീസ് ആവുകയും ചെയ്താണ് കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടത്. ജനമൈത്രി എന്ന് വെറുതെ വാക്കുകൾ പറഞ്ഞാൽ പോലെ ആ ഒരു രീതിയിലേക്ക് പ്രാവർത്തികമാക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയണം. രമേശ് ചെന്നിത്തല ഇതിനു മുൻപ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇത് കഴിയുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം വിശ്വസിക്കുന്നത്. മറുവശത്ത് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ നിഷ്പക്ഷരായിരിക്കണം പോലീസുകാർ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോ LDF പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ അല്ലെങ്കിൽ ഇടതുമുന്നണി അധികാരത്തിൽ ഇരിക്കുമ്പോൾ കോൺഗ്രസുകാരെയും
എതിർ പാർട്ടിക്കാരെയും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന പോലീസുകാരുണ്ട്. മറിച്ച് ഇനി കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ പണ്ടത്തെ പകരം വീട്ടാനായി LDF-കാരെ ആക്രമിക്കരുതെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം, അല്ലാതെ പക പോക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. അതൊരിക്കലും ഈ സർക്കാരിനല്ല ഒരു സർക്കാരിനും ഗുണം ചെയ്യില്ല. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് പോലീസിലാണ്. അത് അത്രയും നന്നായി കൊണ്ടുപോകാൻ രമേശ് ചെന്നിത്തല കഴിയും തന്നെയാണ് എന്റെ വിശ്വാസം. കാര്യം ഇതിനു മുൻപ് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പോലീസ് സേനയിലടക്കം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇനിയും അദ്ദേഹം തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇതിനു മുൻപുള്ള എക്സ്പീരിയൻസും കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസുകാരടക്കമുള്ള ആളുകൾ അനുഭവിച്ച ബുദ്ധിമുട്ട്, പിന്നെ സാധാരണക്കാരായ ആളുകൾ പണം കൊടുത്ത് പോലും പോലീസിനെ സ്വാധീനിച്ച 10 വർഷമായിരുന്നു. അപ്പൊ അതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകും. അപ്പൊ വലിയ മാറ്റം വരുത്തേണ്ടത് വലിയ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഇതിനു മുൻപ് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് പോലെ അത്ര എളുപ്പമല്ല. വലിയ ഉത്തരവാദിത്തമാണ് തനിക്ക് മുന്നിലുള്ളതെന്ന് തിരിച്ചറിവ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകും. അതുകൊണ്ട് വലിയ മാറ്റം തന്നെയാണ് ഉണ്ടാകേണ്ടത്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര വകുപ്പ് എന്നത് ഒരു കൃത്യമായ ഏകോപനം ഉണ്ടാകേണ്ട വകുപ്പാണ്. കുത്തഴിഞ്ഞ രൂപത്തിൽ അത് മുന്നോട്ട് പോയാൽ കേരളത്തിന്റെ ക്രമസമാധാന നില ആകെ തകരും. പരിചയ സമ്പന്നത്തിന്റെ വെളിച്ചവുമായി ആഭ്യന്തര വകുപ്പ് പദത്തിലേക്ക്, ആഭ്യന്തര വകുപ്പ് മന്ത്രിപദത്തിലേക്ക് കടന്നു വരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിന്റെ മണ്ണിൽ വിസ്മയം തീർക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ ആദ്യ ഉത്തരവാദിത്വം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് സേനയ്ക്കകത്തെ ക്രിമിനലുകളെ നിലക്ക് നിർത്തുക, അസോസിയേഷന്റെ ഗുണ്ടകളായ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തുക എന്നതായിരിക്കണം. അതുമാത്രമല്ല, കേരളത്തിൽ ലഹരി മരുന്ന് മാഫിയ പിടിമുറുക്കിയ ഒരു കാലഘട്ടമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് കേരളത്തിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ യുവത്വത്തെ അർബുദം പോലെ കാർന്നിരുന്നതാണ് മയക്കുമരുന്നും മദ്യവും. ഈ മയക്കുമരുന്ന് മാഫിയെ നിലക്ക് നിർത്താൻ അല്ലെങ്കിൽ അവരുടെ അടിവേരറുക്കാൻ രമേശ് ചെന്നിത്തല ക്രിയാത്മകമായ ഒരു പദ്ധതി കൊണ്ടുവരണം. നേരത്തെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കെ കേരളത്തിലെ വരിഞ്ഞു മുറുക്കിയ ലഹരി ബ്ലേഡ് മാഫിയെ തുരത്താൻ ഓപ്പറേഷൻ കുബേര കൊണ്ടുവരികയും ഒരുപാട് ഈ ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും തുറങ്കിലടക്കുകയും ചെയ്ത ചരിത്രമുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക്. അതുകൊണ്ട് ലഹരി മാഫിയുടെ അടിവേരറുക്കാൻ രാവും പകലുമില്ലാതെ രമേശ് ചെന്നിത്തല രംഗത്തിറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിൽ കേരളത്തിന്റെ ക്രമസമാധാന നില തകർക്കുന്ന, കേരളത്തിന്റെ യുവത്വത്തെ നശിപ്പിക്കുന്ന, കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഭീഷണിയായ എല്ലാ മാഫിയകളെയും തകർത്ത് തരിപ്പണമാക്കുന്നതിനൊപ്പം അദ്ദേഹം ചെയ്യേണ്ടത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തെ ജയിലുകൾ മയക്കുമരുന്നിന്റെ ഹബ്ബുകളായി മാറുകയാണ് എന്ന ആരോപണം നിരവധി തവണ ഉയരുന്നുണ്ട്. ജയിലുകളിൽ റെയ്ഡ് നടത്തണം. ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായാൽ അദ്ദേഹം ആദ്യം ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ സബ് ജയിൽ മുതൽ സെൻട്രൽ ജയിൽ വരെയുള്ള ജയിലുകളിൽ റെയ്ഡ് നടത്താൻ പോവുകയാണ്. ആ റെയ്ഡ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു തുടക്കമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ പ്രേക്ഷകർക്ക്, ഇത് കേൾക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരിക്കൽ കൂടി പറയുന്നു, കേരളത്തിലെ ജയിലുകളിൽ ഈ ആഴ്ച തന്നെ വമ്പൻ റെയ്ഡുകൾ നടത്തി ജയിലുകൾക്കകത്ത് ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നവരെ നിയന്ത്രിക്കാനുള്ള ഒരു നീക്കം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.